Hi guys, welcome to our channel. സുബാവ വ്ളോഗ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഏട്ടൻ ഒരു സാധനം പിടിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഏട്ടാ? TV. യെസ്, ഇത് കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. നമ്മളെക്കാട്ടിൽ എക്സൈറ്റ്മെന്റ് വസുവിനാണ്. കാരണം അത് വസുവിന് വേണ്ടിയിട്ട് മേടിച്ച സംഗതിയാണ്. കുറേ ദിവസം കൊണ്ട് പറയാണ് എനിക്കൊരു TV മേടിച്ചു തരുമോ, എനിക്കൊരു TV മേടിച്ചു തരുമോ എന്ന്. അപ്പം നമ്മളിവിടെ അൺബോക്സ് ചെയ്തിരിക്കുന്ന ഓൾറെഡി രാവിലെ ഇത് ഡെലിവറി ചെയ്തപ്പം നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. ആമസോണിൽ നിന്നാണ് മേടിച്ചത് അല്ലേ ഏട്ടാ? ഓപ്പൺ ഡെലിവറി ആയിരുന്നു അല്ലേ? അതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം ഇവിടെ ഏട്ടനുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ഇതിനെ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം അനൂപ് ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോൾബി അറ്റ്മോസ് സ്പീക്കർ ഉണ്ട്, പിന്നെ ഗൂഗിൾ TV ആണ്, വൂബിൾ എന്ന് പറഞ്ഞ കമ്പനി, 4K 16GB 2GB റാം, LED പാനലാണ്. ഓക്കെ, ഇത് ആർക്ക് മേടിച്ച TV? ഇവിടെ മുട്ടായിയാണ് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ മുട്ടായി? എവിടെ മുട്ടായി? എവിടെ കാണിച്ചേ? ഇതെന്ത് മുട്ടായി? പാപ്പിളോ? ആപ്പിളല്ല, ബനാനയും അല്ല, മാംഗോ ഫ്ലേവർ ആണത്. നമുക്കിവിടെ TV എത്ര നെസസറി ആയിട്ടുള്ള സാധനമല്ല. പക്ഷെ കൊച്ചിന് ഫോണിലാണ് കണ്ടോണ്ടിരിക്കുന്നത് വീഡിയോ, കാർട്ടൂൺ. സോ ഇതാവുമ്പോൾ കുറച്ച് അത്രയും ഡിസ്റ്റൻസ് വരെയല്ലോ, അപ്പോൾ അത് അങ്ങ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു TV മേടിച്ചു. പക്ഷെ കൊച്ച് പറഞ്ഞെങ്കിലും ഏട്ടൻ വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാവിലെ ഡെലിവറിക്ക് ആൾ വന്നപ്പോഴാണ് ഞാൻ സർപ്രൈസ്ഡ് ആയത്. ഞങ്ങൾ രണ്ടാളും അല്ലേ വസു? അല്ലേ? ബസ് അപ്പോഴത്തെ ഒരു സന്തോഷം കാണും. എനിക്കാണോ TV മേടിച്ചത്? ആണോ? അല്ല, എനിക്കാ വാല് മേടിച്ചെന്നത്. നിനക്ക് തന്നെ, എനിക്ക് വേണ്ട. ഇനി അതൊന്ന് ഇട്ട് കാണുന്നവരാ ഒരു സമാധാനവും അവനില്ല. ഡെലിവറി ഫിറ്റ് ചെയ്യാൻ ആള് വരും. പക്ഷേങ്കില് എന്താണ് ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. അതായത് ഇന്ന് സാറ്റർഡേ. അപ്പം ഇന്ന് ഏട്ടനുണ്ടായിരുന്നു. അപ്പം അവരിനി മൺഡേ വരുള്ളൂ. മൺഡേ വരുമ്പോൾ ഏട്ടൻ ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് നമ്മൾ എല്ലാം ഓക്കെ ആക്കിയിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വാറൻറ്റി ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്വന്തം അനൂപ് ചേട്ടനുള്ളപ്പോൾ നമ്മൾ എന്തിനു വേറെ അവരുടെ ഏജൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കാത്തിരിക്കണം. ചേട്ടൻ വരട്ടെ, നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് കാണാം. ഇത് കമ്പനിയിൽ നിന്ന് ആളും ഒന്ന് ശരിയാക്കി തരും. അവരാണ് ഫിറ്റ് ചെയ്ത് തരേണ്ടതും. പിന്നെ നമ്മൾ സാറ്റർഡേ ആയിരുന്നു ഇത് ഡെലിവറി ചെയ്തത്. അപ്പം സാറ്റർഡേ ഒരു ഈവനിങ് ആയപ്പോഴാണ് അവർ പറയുന്നത് ഇന്ന് വരില്ല, ഇനി മൺഡേ വരുള്ളൂ, സൺഡേ ഓഫാണെന്ന്. അപ്പോൾ പിന്നെ സൺഡേ വരുമ്പോൾ ഞാനും ഏട്ടനും ഉണ്ടാവില്ല. പിന്നെ വസുവിന് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല. വസുവിന് ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് കാണണം, ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അന്നത്തെ ദിവസം. എപ്പോഴാണ് എനിക്ക് TV കാണാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ പാട്ട് പോലെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കാണാത്ത സമയത്ത് അവൻ ഇടക്കിടക്ക് പോയി നമ്മളിങ്ങനെ റൂമിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ കാണാത്ത സമയത്ത് പോയി ഇവൻ തട്ടിമറിച്ചിനി ഇട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ്റെ ചോദിച്ചപ്പോൾ ചേട്ടൻ വന്ന് റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. റെഡിയാക്കി കൊടുക്കാൻ വന്നപ്പോഴും വസു അതിൻ്റെ ഇടയിൽ കിടന്ന് മാമൻ എന്തൊക്കെ ടൂൾസ് ഒക്കെയാണ് എടുക്കുന്നത് എല്ലാം നല്ല രീതിക്ക് വാച്ച് ചെയ്യായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഇവനെ നമ്മൾ അവിടെ നിർത്തിക്കിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് ഞാനും ഏട്ടനും കൂടെ പോയിട്ടോ. അപ്പം ഇവൻ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പിന്നെ ഏട്ടൻ പോവുകയാണെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും ഉള്ളത്
അവർ കൊടുക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കില്ല. അവരെന്താണ് ഇങ്ങോട്ട് പറയുന്നത് അത് മേടിച്ചുകൊണ്ട് ഏട്ടൻ വരും. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ പോയി. കുറച്ച് മരച്ചീനിയും പൈനാപ്പിളും എല്ലാം കൂടി ആയിട്ട് മേടിച്ചു. പക്ഷേ ഈ പൈനാപ്പിൾ മേടിച്ചിട്ട് ഞാൻ എന്ത് പറ്റിയെന്നറിയോ, ഞാൻ അവിടെ വെച്ച് മറന്നുപോയി. തിരിച്ചു പോകും വഴി നോക്കിയപ്പം കിച്ചനകത്ത് ഇങ്ങനെ ഒരു കുത്തിക്കൊള്ളണ ഒരു അരം പോലെ തോന്നൂല, അതൊന്ന് ഫീൽ ചെയ്യണം. എനിക്കെല്ലാം സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് അയ്യോ ഞാൻ ഈ സാധനം എടുത്തിട്ടില്ലെന്ന്. പിന്നെ നമ്മളെ തിരിച്ചു പോയി അത് മേടിച്ചു. കവൾപൊട്ടി. വസുദേവ്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് ടി വിയിൽ ഉണ്ടായിരുന്ന ഒരു ബോർഡായിരുന്നു. അപ്പോഴ് അവന് കിട്ടിയ നല്ലൊരു ഒന്നാം തരം ബോർഡാക്കി മാറ്റി അവന് എഴുതാൻ പറ്റിയിട്ടുള്ള. അങ്ങനെ അപ്പം നമ്മൾ പറയായിരുന്നു ഇവന് പിന്നെ ഇനി ബോർഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവനിനി ഇത് വെച്ച് എഴുതിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നീടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ക്ലീനിങ് ആയിരുന്നു. കാരണം നമുക്ക് 1-2 ഫോട്ടോസൊക്കെ നമ്മൾ ഫോട്ടോ ഫ്രെയിമൊന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ചേട്ടൻ ഡ്രില്ലിങ് മെഷീൻ കൊണ്ടുവന്നതിനെ കൊണ്ട് നമ്മൾ അതുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ മൊത്തം പൊടി ബഹളമായിരുന്നു. പിന്നെ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തത്. അപ്പോൾ വസുവിൻ്റെ ബോർഡ് ടി വി വെച്ച സ്ഥലത്തായിരുന്നു. അപ്പം നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇത് ചേഞ്ച് ചെയ്ത് മാറ്റി. അപ്പം ഇത്രയുള്ള വീഡിയോ ഒരു കുട്ടി നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബാവ വ്ളോഗ്സ്.